Hi friends, welcome to my channel. Today's topic of discussion is simple sentence, compound sentence and complex sentence. Simple sentence, compound sentence, complex sentence base ചെയ്ത് 3 മാർക്സിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് മീൻസ് എ സെൻറ്റൻസ് വിത്ത് ഓൺലി വൺ മെയിൻ ക്ലോസ്. ഒരൊറ്റ മെയിൻ ക്ലോസ് ഉള്ള സെൻറ്റൻസിനെയാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. Compound sentence means a sentence with two main clauses. Two main clauses ഉള്ള സെൻറ്റൻസിന് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, he knows English and Hindi. That means he knows English and he knows Hindi. രണ്ട് മെയിൻ ക്ലോസസ്. വൺ ഈസ് he knows English, another one is he knows Hindi. അപ്പോൾ ആ രണ്ട് മെയിൻ ക്ലോസസിനെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുക. ഹി നോസ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിന്ന്. ഓക്കെ, അപ്പോൾ ടു മെയിൻ ക്ലോസസ് ആണെങ്കിൽ അത് കോമ്പൗണ്ട് സെൻറ്റൻസ്. കോമ്പൗണ്ട് സെൻറ്റൻസ് ആണെങ്കിൽ ഒന്നുകിൽ ആൻഡ്, അതർവൈസ് ആൻഡ് ദെൻ, ബട്ട്, എറ്റ്, ഓർ. ഓക്കെ, ഇതൊക്കെ കൊണ്ട് സെൻറ്റൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതാം. ബട്ട്, എറ്റ്, ആൻഡ്, സോ, ആൻഡ് ദെൻ, ഓർ, ആൻഡ്, very, and thereafter cannot, therefore cannot, and so. മെയിനായിട്ട് ആൻഡ്, ഓർ, ബട്ട്, എറ്റ്. ഓക്കെ, ഇതൊക്കെ കൊണ്ട് ആൻഡ് സോ ഒക്കെ കൊണ്ട് കമ്പൈൻ ചെയ്ത് എഴുതുന്ന സെൻറ്റൻസ് ആണ് ഇതാ കോമ്പൗണ്ട് സെൻറ്റൻസ്. അപ്പോൾ എ സെൻറ്റൻസ് വിത്ത് ഓൺലി വൺ മെയിൻ ക്ലോസ് ആൻഡ് അതർ സബോർഡിനേറ്റ് ക്ലോസസ് ആർ നോൺ as കോംപ്ലക്സ് സെൻറ്റൻസ്. ഓരോ മെയിൻ ക്ലോസും ഒന്നിൽ കൂടുതൽ സബോർഡിനേറ്റ് ക്ലോസസും വന്നാൽ അതിനെ നമ്മൾ പറയുന്നു ഏത് സെൻറ്റൻസ് എന്ന കോംപ്ലക്സ് സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ മെയിൻ ക്ലോസ് സിമ്പിൾ സെൻറ്റൻസ്, രണ്ട് മെയിൻ ക്ലോസസ് കോമ്പൗണ്ട് സെൻറ്റൻസ്, ഒരു മെയിൻ ക്ലോസ് ഒന്നിൽ കൂടുതൽ സബോർഡിനേറ്റ് ക്ലോസ് ആണെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസ്. നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് തരും. ഹി ഈസ് സോ വീക്ക് ദാറ്റ് ഹി കനോട്ട് വാക്ക്. ചേഞ്ച് ഇൻ ടു സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ നമുക്കതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസാണ് ഈ ഒരു ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് കണ്ടല്ലോ, ഫസ്റ്റ് കണ്ടോ സിമ്പിൾ സെൻറ്റൻസ് കണ്ടോ, പിന്നെ കോമ്പൗണ്ട്, പിന്നെ കോംപ്ലക്സ്. അപ്പോൾ ഹി ഈസ് പുവർ ബട്ട് ഓണസ്റ്റ്. കോമ്പൗണ്ട് സെൻറ്റൻസ് ക്ലിയർ ആണല്ലോ. ഹി ഈസ് പുവർ ബട്ട് ഓണസ്റ്റ്. ചേഞ്ച് ഇൻ ടു സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ബട്ട് കൊണ്ട് കണക്ട് ചെയ്തേക്കാം, എറ്റ് കൊണ്ടും കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ബട്ടെന്നോ എറ്റെന്നോ വരുന്ന സെൻറ്റൻസ് കോമ്പൗണ്ട് സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ചേർക്കണം. ഇൻസ്പൈറ്റ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് കഴിയുമ്പോൾ നമ്മളവിടെ ഇൻസ്പൈറ്റ് ഓഫ് ഹി ഈസ് പൂവർ എന്നല്ല എഴുതാനുള്ളത്. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? എന്നിട്ടും അല്ലേ. ഇൻസ്പൈറ്റ് ഓഫ് എന്നും ചേർക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഏത് യൂസ് ചെയ്യാം? ഡെസ്പൈറ്റ് എന്ന് യൂസ് ചെയ്യാം. രണ്ടിൻ്റെയും മീനിങ് എന്ത് തന്നെയാണ്? എന്നിട്ടും. അതായത് എറ്റെന്ന് പറയുന്ന വേർഡിൻ്റെ അല്ലെങ്കിൽ ബട്ട് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? എന്നിട്ടും. ആ സെയിം മീനിങ് തന്നെയാണ് ഇൻസ്പൈറ്റ് ഓഫ്. നമ്മൾ ബട്ടെന്നോ എറ്റെന്നോ വരുന്ന കണക്ട് ചെയ്തേക്കുന്ന കോമ്പൗണ്ട് സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ചേർക്കണം. ഇൻസ്പൈറ്റ് ഓഫ് വരുമ്പോൾ നൗണാണ് യൂസ് ചെയ്യാനുള്ളത്. ഹീ ഈസ് പൂവർ എന്ന് പറഞ്ഞാൽ പൂവർ എന്ന് യൂസ് ചെയ്യുന്നത് അഡ്ജക്റ്റീവാണ്. ഹീ ഈസ് പൂവർ ബട്ട് ഓണസ്റ്റ്. അവിടെ പൂവർ മീൻസ് അഡ്ജക്റ്റീവ്. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് പ്ലസ് എന്തേ വരത്തുള്ളൂ? നൗണേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോവേർട്ടി ഹി ഈസ് ഓണസ്റ്റ്. മനസ്സിലായോ? ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോവേർട്ടി. പിന്നെ അടുത്ത് നമ്മൾ എന്ത് എഴുതണം? സബ്ജക്റ്റ് എഴുതണം. ഹി ഈസ് ഓണസ്റ്റ് എന്ന. അങ്ങനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ബട്ട് എറ്റ് വരുന്ന കോമ്പൗണ്ട് സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. സെയിം സെൻറ്റൻസിനെ നമ്മൾ കോംപ്ലക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ദോ ചേർക്കുക, അല്ലെങ്കിൽ ഓൾ ദോ, ഈവൻ ദോ, ഇതിലേതെങ്കിലും ഒരെണ്ണം ചേർക്കുക. ഓക്കെ, അപ്പോൾ മീൻസ് എന്നിട്ടും എന്നുള്ള മീനിങ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ദോ ഹീ ഈസ് പൂവർ, ഈസ് ഓണസ്റ്റ്. ഹീ ഈസ് പൂവർ ബട്ട് ഓണസ്റ്റ് എന്നുള്ള കോമ്പൗണ്ട് സെൻറ്റൻസിനെ കോംപ്ലക്സിലേക്ക് മാറ്റുമ്പോൾ ദോ ചേർത്ത് എഴുതുക. അതതിൻ്റെ റൂളാണ് കേട്ടോ. അപ്പോൾ ദോ ബാക്കി അതുപോലെ ഹീ ഈസ് പൂവർ ബട്ട് മാറ്റുക. ദോ ഹീ ഈസ് പൂവർ, ഹീ ഈസ് ഓണസ്റ്റ്. കണ്ടോ, ഒരു ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മളിത് ഈ റൂൾസ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ,
അതായത് ബഡെന്നോ എറ്റെന്നോ വരുന്ന കോമ്പൗണ്ട് സെൻറ്റൻസിനെ ബഡെന്നോ എറ്റെന്നോ കൊണ്ട് കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ചേർക്കണം. ആ ഇൻസ്പൈറ്റ് ഓഫ് വരുന്ന സിമ്പിൾ സെൻറ്റൻസിനെ അല്ലെങ്കിൽ ബഡെന്നോ എറ്റെന്നോ കൊണ്ട് കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് സെൻറ്റൻസിനെ കോംപ്ലക്സിലേക്ക് മാറ്റുമ്പോൾ ഒന്നുകിൽ ഡോ ചേർക്കാം, അല്ലെങ്കിൽ ഓൾ ഡോ ചേർക്കാം, അല്ലെങ്കിൽ ഈവൻ ഡോ ചേർത്ത് എഴുതാം. ഓക്കെ, അതുപോലെ നമുക്ക് ഇഫ് വരുന്ന സെൻറ്റൻസ് എന്താണ്? ഇഫ് വരുന്ന സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് വരുന്ന സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ ഇൻ കേസ് ഓഫ് എന്ന് ചേർക്കണം. ഇൻ കേസ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇഫ് വരുന്ന സെൻറ്റൻസിനെ കോമ്പൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ആൻഡ് ചേർത്ത് എഴുതുക, അല്ലെങ്കിൽ ആൻഡ് ദെൻ ചേർത്ത് കണക്ട് ചെയ്ത് എഴുതുക. അതുപോലെ അൺലെസ് വരുമ്പോൾ ഏത് സെൻറ്റൻസ് ആണ്? കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഈ അൺലെസ് വരുന്ന സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ ഇൻ കേസ് ഓഫ് നോട്ട് കൊണ്ട് കണക്ട് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്ത് എഴുതുക. പിന്നെ ഈ ഒരു അൺലെസ് വരുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് നോട്ട് വരുന്ന സെൻറ്റൻസിനെ കോമ്പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓർ ചേർത്ത് എഴുതുക. പിന്നെ സോ ദാറ്റ് വരുന്ന സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. സോ ദാറ്റ് വരുന്ന സെൻറ്റൻസിനെ നമ്മൾ സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ ടു യൂസ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇത് അതിൻ്റെ ആ ഒരു റൂൾസ് വരുന്ന ആ ഒരു ഡയഗ്രമാണ്. ജസ്റ്റ് ഗോ ത്രൂ ദിസ് ഡയഗ്രാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തൊരു ഐഡിയ ഉണ്ടാവും. സിമ്പിൾ സെൻറ്റൻസൊക്കെ ഒത്തിരി ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് എഴുതാനുള്ളതാണ്, പഠിപ്പിക്കാനുള്ളതാണ്. ബട്ട് സ്റ്റുഡൻസിനൊരു റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡയഗ്രത്തിലൂടെ ജസ്റ്റ് മൂവ് ചെയ്തത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.